മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. മമ്മൂട്ടിയൊക്കെ ദാനം കൊടുക്കുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയില്ല. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ മന്ദാവൻ. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമാ നടനാണ് മെഗാതാരം മമ്മൂട്ടി. മമ്മൂട്ടിക്ക് ഈ അടുത്ത് ക്യാൻസർ വന്നു എന്നൊരു വാർത്ത പല മാധ്യമങ്ങളിലും വന്നിരുന്നു. ഇന്നലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും നിരീക്ഷകനുമായ ഒ അബ്ദുള്ള ഒരു ശബ്ദ സന്ദേശം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അതിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: മമ്മൂട്ടി തൗബ ചെയ്യണം. മമ്മൂട്ടി ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. മമ്മൂട്ടി ശബരിമലയിൽ മോഹൻലാലിനെ കൊണ്ട് എന്തൊരു പൂജ നടത്തിച്ചു, പ്രാർത്ഥിപ്പിച്ചു, വഴിപാട് നടത്തിച്ചു. മമ്മൂട്ടിയുടെ കയ്യിലുള്ളത് ഷിർക്കാണ് സംഭവിച്ചത്. അത് ഉദാഹരണ സാഹിത്യമാണ് അദ്ദേഹം വ്യക്തമാകുന്നത്. പണ്ഡിതന്മാരാണ് മമ്മൂട്ടിയെ കൊണ്ട് തിരുത്തിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഞെട്ടിക്കുന്നൊരു ശബ്ദ സന്ദേശമാണ് ഒ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകർ നടത്തിയത്. ആദ്യം അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ. മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ഇസ്ലാമിക ദൃഷ്ട്യാ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ. ഇതിനെല്ലാം ലംഘനമാണത്. മമ്മൂട്ടിയിൽ നിന്നൊരു വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം. ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും. ഒരിക്കലും തന്നെ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാവുന്നതല്ല. മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഓക്കെ. മോഹൻലാൽ സ്വന്തം ഇഷ്ടത്തിന് ശബരിമലയിൽ പോയി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും മമ്മൂട്ടിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, ഒരു വഴിപാട് നടത്തുന്നു. ഈ വഴിപാട് മോഹൻലാലും ശബരിമലയിലുള്ളൊരു സ്വകാര്യതയാണ്. പക്ഷെ ആരോ ആ ഒരു വഴിപാട് നടത്തിയ റെസിപ്റ്റ് എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു. അങ്ങനെയാണത് പുറം ലോകം അറിയുന്നത്. ഇതിനെയാണ് ഈ ഒരു സമയത്ത് ഈ ഒ അബ്ദുള്ള എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകൻ ദുഷ്ടലാക്കോട് കൂടിയിട്ട് മമ്മൂട്ടി തൗബ ചെയ്യണം, മമ്മൂട്ടി ഇതാ ഷിർക്ക് ചെയ്തു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും വിശ്വാസം എന്നുള്ളത് ഓരോരുത്തരുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അറിയുന്ന ഒരു മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസിയായ ഒരാളാണ്. അദ്ദേഹം എത്ര സിനിമാ തിരക്കുകൾക്കിടയിലും നമസ്കാരം മുടക്കാത്ത ഒരാളാണ്. മുൻപ് എഴുത്തുകാരും അഭിനേതാവുമായ വി.കെ. ശ്രീരാമൻ ഒരു അഭിമുഖത്തിൽ പറയണ്ടായി, എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ഇത്രയും സൗഭാഗ്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എത്ര തിരക്കിനിടയിലും ഷൂട്ടിങ്ങിനിടയിലാണെങ്കിലും 5 വഖത്ത് നമസ്കാരം അയാൾ മുടക്കാറില്ല. ഇതാണ് ഞാൻ കണ്ടെത്തിയ രഹസ്യം. ഇത് പറഞ്ഞത് മമ്മൂട്ടി ഒന്നല്ല, വി.കെ. ശ്രീരാമൻ എന്ന ഒരു റൈറ്ററും സിനിമാക്കാരനുമായ ഒരാളാണ്. അതോടൊപ്പം തെസ്നീഖാൻ എന്ന് പറയുന്ന നടി പറയുന്നുണ്ട്. ആ തെസ്നീഖാനോട് മമ്മൂട്ടി ഒരു ഉപദേശത്തെക്കുറിച്ച് അവർ പറയുന്നത്, മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: അവസാനം നിനക്ക് ഈ പറയുന്ന സിനിമകളൊന്നും ഉണ്ടാവില്ല, നീ നമസ്കരിക്കുകയും നോമ്പ് വിടാതെ കൊണ്ടു നടക്കുകയും വേണം, അതുമാത്രമാണ് നിനക്ക് ഖബറിലുണ്ടാകുക എന്നെ ഓർമ്മിപ്പിച്ച ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. വേറെ ഒരു സിനിമ അസീസ് എന്ന പേരുടെ ഒരു മിമിക്രിക്കാരനായിരുന്നു, ഇപ്പോൾ പല സിനിമകളൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന ഒരു സിനിമ അഭിനയിക്കുന്ന ഒരു സമയത്ത് നോമ്പ് എടുത്തിട്ടായിരുന്നു അന്ന് അഭിനയിച്ചിരുന്നത്. എനിക്കന്ന് നോമ്പ് ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടി എന്നെ ഉപദേശിച്ചു, നീ എത്ര ഷൂട്ടിങ്ങിന് വരികയാണെങ്കിലും നോമ്പ് നഷ്ടപ്പെടുത്തരുത്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, ഞാൻ മമ്മൂട്ടിയുടെ മദ്ഹ് പറയാൻ വേണ്ടിയിട്ടല്ല. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു താരം ഒരു തികഞ്ഞ വിശ്വാസിയാണ്. മമ്മൂട്ടി ഉംറക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വിശ്വാസിയായിട്ട് ആ വിശ്വാസത്തെ പരസ്യമായിട്ട് മുറുകെ പിടിക്കുന്ന ഒരാളാണ്. മുൻപ് ഞാൻ മമ്മൂട്ടിയുടെ ഒരു വീടിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീടിൻ്റെ മുൻപിൽ ബദരീകളുടെ മുഴുവൻ പേരും എഴുതി വെച്ചിട്ടുള്ള ഒരു ഫലകം വെച്ചിട്ടാണ് ആ വീട് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ബദരീങ്ങളുടെ ബദർ ശുഹദാക്കളുടെ പേരുകളൊക്കെ ആലേഖനം ചെയ്യപ്പെട്ടിട്ട് ആ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അത്രയേ ഉള്ളൂ, മമ്മൂട്ടി ഒരു തികഞ്ഞ വിശ്വാസിയാണെന്നുള്ളതാണ്. ഇനി ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും മമ്മൂട്ടി ആളുകളോട് പറയാതെ സഹായിക്കുന്ന, സ്വതക്ക ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു സിനിമാ സംവിധായകനും നടനുമായ ഒരാളുടെ വീടാണ്, ശ്രീകുമാർ എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത്, മമ്മൂട്ടി എല്ലാ ദിവസവും തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഏത് തരത്തിൽ സഹായം ചോദിക്കുന്ന ആളുകളാണെങ്കിലും ഒരു ബാഗിൽ നിറയെ ക്യാഷുമായിട്ട് തൻ്റെ സെക്രട്ടറിയെ പറഞ്ഞയച്ചിട്ട് ആ മുഴുവൻ ആളുകൾക്കും ക്യാഷ് കൊടുക്കുന്നു. കാശ് കൈകൊണ്ട് തൊടില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ വലിയൊരു മനസ്സ് കാണിക്കുന്ന ഒരാൾ കൂടിയാണ് മമ്മൂട്ടി എന്നുള്ളത്. ആ വീഡിയോ ഒന്ന് കാണും. മമ്മൂട്ടിയൊക്കെ ദാനം കൊടുക്കുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറുകൈ അറിയില്ല. ഞാൻ ഈ വിഷ്ണു എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നതിന് മുമ്പ് അനേകം ദിവസം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്.
ആ സന്ദർഭങ്ങളിൽ ഞാൻ അദ്ദേഹം ദാനം ചെയ്യുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ചില പ്രത്യേകതകൾ കണ്ടിട്ടുണ്ട്. രാവിലെ അയാൾ ഉറക്കെണീറ്റിട്ട് വന്ന് വാതിൽ തുറന്നിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് ക്യൂ പോലെയാണ് ആളുകൾ സഹായം വാങ്ങിക്കാൻ വന്ന് നിൽക്കുന്നത്. സർവ്വവർക്കും കൊടുക്കും. മാനേജർ തൊട്ടടുത്ത് കാണും, ഇവർക്ക് ഇത്ര കാര്യം കേട്ടിട്ട് അതനുസരിച്ചിട്ട് കൊടുക്കും. അയാൾക്കൊരു നിർബന്ധമുള്ളത്, ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞ് റെഡിയായി ഷൂട്ടിങ്ങിന് പോകാൻ പുറത്തിറങ്ങി കാർ എടുത്തുകൊണ്ട് വരുമ്പോൾ ആരും പുറകെ വന്ന് സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല. എന്നാൽ ഇയാളുടെ ഒരു ക്യാരക്ടറുണ്ട്, ഇയാൾ കാശ് കൈകൊണ്ട് തൊടില്ല. ഈ പ്രൊഡ്യൂസേഴ്സ് കാശ് കൊടുക്കുമ്പോഴും വാങ്ങിക്കണത് സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയായിരിക്കും. അദ്ദേഹം കൈകൊണ്ട് തൊടില്ല. അതുപോലെ ഇഷ്ടം പോലെ എനിക്കറിയാം പല സുഹൃത്തുക്കളെയും സഹായിച്ചിട്ടുണ്ട്. 11 മണിയാകുമ്പോഴത്തേക്ക് അവിടുത്തെ പോസ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ രോഗികളായിട്ടുള്ളവരൊക്കെ ചികിത്സാ സഹായം അപേക്ഷിച്ചുകൊണ്ടുള്ളതെല്ലാം ശരിയാണെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നന്ന് തന്നെ അതിൻ്റെയൊക്കെ മണി ഓർഡറുകൾ അയക്കാറുണ്ട്, ഞാൻ അറിഞ്ഞിടത്തോളം. ഇങ്ങനെ മനുഷ്യസ്നേഹിയായ, എല്ലാവരെയും ആദരിക്കുന്ന, വളരെ കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ആദരവോടുകൂടി കാണുന്ന ഒരു നടനാണ് മമ്മൂട്ടി. ഇതുപോലെയുള്ള ഒരു നടനെ കുറിച്ചിട്ട്, ആ നടൻക്കൊരു സുഖമില്ലാതാകുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അദ്ദേഹം വിശ്വസിക്കുന്ന ശബരിമലയിൽ പോയിട്ട് ഒരു പ്രാർത്ഥന നടത്തിയതിനെ മമ്മൂട്ടി ശിർക്ക് ചെയ്തു, അല്ലെങ്കിൽ മമ്മൂട്ടി വളരെ ഗുരുതരമായൊരു പാപം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി ഉപദേശിക്കാൻ നടക്കുന്നത്, ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഈ അബ്ദുള്ളക്ക് ഉണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഇദ്ദേഹത്തിന് പരമാവധി കാണൽ ജനം ടി വിയിലാണ്. ജനം ടി വിയിൽ വല്ല മുസ്ലിം ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾ വരിക. പലപ്പോഴും ഇയാളുടെ വാക്കുകൾ ഗുണത്തേക്കാൾ ദോഷമാണ്. മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്ന് ആദ്യം പുറത്ത് പറയുന്നത് മറുനാടൻ മലയാളിയാണ്. മമ്മൂട്ടിക്ക് അങ്ങനെ ക്യാൻസർ ഒന്നും ഇല്ല എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ PR ടീം പിന്നീട് വ്യക്തമാക്കിയത്. സത്യത്തിൽ ഇതിനെ ചൊല്ലിയിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സംവിധായകൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയൊരു കാര്യമാണെങ്കിൽ വ്യക്തത വരുന്നൊരു കാര്യം, അതിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: മമ്മൂട്ടിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വെറുതെ ഇങ്ങനെ കിടന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. എന്താണ് കാരണം എന്നറിയില്ല. അപ്പോൾ ആ സമയത്ത് മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോയും അടങ്ങിയ വളരെ വലിയൊരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിട്ട് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് റമദാൻ വരുന്നതും. കഴിഞ്ഞ വർഷം മുതൽ റമദാനിക്ക് ഒരു ഷൂട്ടിങ്ങിലും മമ്മൂട്ടി പങ്കെടുക്കാറില്ല. മുഴുവൻ സമയം നോമ്പെടുത്ത് വിശ്രമിക്കലാണ് പതിവ്. ചെക്ക് ചെയ്തപ്പോഴാണ് വൻകുടലിൽ ക്യാൻസറിൻ്റെ ഒരു തുടക്കം അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ റേഡിയേഷൻ ചികിത്സകളും ഇനി അമേരിക്കയിൽ പോയിട്ടൊരു ഏറ്റവും വലിയൊരു ചികിത്സ നടത്തിയിട്ട് തുടക്കത്തിലെ ഇത് കണ്ടെത്തിയത് കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചത് എന്ന് പറഞ്ഞൊരു സംവിധായകൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. മമ്മൂട്ടിക്കെതിരെ മമ്മൂട്ടിയുടെ മതം നോക്കിയിട്ട് വിമർശിക്കുന്ന ഒരുപാട് സംഖ്യകളുള്ള ഒരു സമയത്താണ് മമ്മൂട്ടിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറയുന്ന ഇതൊരു വലിയ വിവാദമാക്കി മാറ്റിയത്. മമ്മൂട്ടിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ സ്വയം ആലോചിക്കുക, ഇങ്ങനെ സൊസൈറ്റിയിൽ ഒരു വളരെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട്, വളരെ താറടിക്കാൻ വേണ്ടിയുള്ള ഒരു വിമർശനമാണ് അബ്ദുള്ള തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി നടത്തിയത്. മുഴുവൻ ആളുകളും ഇയാൾ പറഞ്ഞു പണ്ഡിതന്മാരത് ഏറ്റുപിടിക്കണം, പണ്ഡിതന്മാർക്ക് ഇതല്ലേ പണി, മമ്മൂട്ടി അങ്ങോട്ട് നോക്കുന്നു, മമ്മൂട്ടി അവിടെ തുപ്പുന്നു, മമ്മൂട്ടി അങ്ങോട്ട് നടക്കുന്നു, ഇതൊക്കെ നോക്കിയിട്ട് മമ്മൂട്ടിനെ ഓഡിറ്റ് ചെയ്യലല്ല പണ്ഡിതന്മാരുടെ പണി. അവർ നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ പറയും. ഒരു വ്യക്തിനെ പിടിച്ചിട്ട് അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല എന്ന് പറയുന്നൊരു രീതി പൊതുവെ നല്ല പണ്ഡിതന്മാരാണെങ്കിൽ അവർ സ്വീകരിക്കാറില്ല. മമ്മൂട്ടി എന്നൊരു വ്യക്തിയെ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിലൊരാളാണ്. അദ്ദേഹം കൈരളി TV-യുടെ ചെയർമാനാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു തികഞ്ഞ മതവിശ്വാസിയാണ്. ആ രീതിയിൽ തുടർന്നു പോകുന്ന ഒരാളാണ്. എല്ലാ വെള്ളിയാഴ്ചകളും എനിക്കിന്നും ഓർമ്മയുണ്ട്, രാജമാണിക്യം എന്ന് പറയുന്ന ഒരു പഴയൊരു സിനിമയുണ്ട്, അത്ര പഴയതൊന്നുമല്ല. ആ സിനിമയുടെ 50-ാം ദിവസത്തെ ആഘോഷത്തിൽ നടക്കുന്ന ഒരു സമയത്ത് ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ ആ ഷോപ്പിൽ ഒരു സിനിമാ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. സിനിമാ മംഗളം എന്നാണ് അതിൻ്റെ പേര് തോന്നുന്നത്. അതിൻ്റെ ഒരു പേജിൽ ഈ ഒരു രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയുടെ ആഘോഷം കേക്ക് മുറിക്കാണ്. അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. അന്ന് കേക്ക് മുറിക്കാൻ വേണ്ടി മമ്മൂട്ടി വന്നത് പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് വരുന്ന വരവിലാണ് ഈ കേക്ക് മുറിക്കുന്നത്. ആ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഉപയോഗിച്ച വെള്ളത്തൊപ്പി തലയിൽ നിന്ന് മാറ്റുക പോലും ചെയ്യാതെയാണ് ഈ കേക്ക് മുറിക്കുന്നത്. അന്ന് സിനിമാ മംഗളത്തിൻ്റെ ഈ ഒരു വാർത്ത വന്നപ്പോൾ അതിനെതിരെ വന്ന പ്രതികരണം, മമ്മൂട്ടി ഒരു തീവ്രവാദിയാണ്, മമ്മൂട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസികളുടെ പടത്തിൽ മാത്രമേ അഭിനയിക്കൂ, കണ്ടിലെ തൊപ്പി വെച്ചിട്ടാണ്. ഇങ്ങനെ പണ്ട് മുതൽക്കേ മമ്മൂട്ടിയുടെ മതം നോക്കിയിട്ട് വർഗീയ തിരിവ് ഉണ്ടാക്കാൻ ഒരു വിഭാഗം ശ്രമിക്കലുണ്ട്. ആ ശ്രമത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയാണ് ഇപ്പോൾ. കാരണം പുഴു എന്ന് പറയുന്ന ഒരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചത് വേറെന്തൊക്കെയോ വർഗീയ താല്പര്യത്തോടെയാണ് എന്നൊരു ധ്വനിയും എന്നൊരു വിമർശനം ഉണ്ടാകുമ്പോഴാണ് അബ്ദുള്ള എരിതീയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിൽ ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. മമ്മൂട്ടിയെ മലയാളികൾക്കറിയാം. അത് മതം നോക്കിയിട്ടല്ല മമ്മൂട്ടിയെ ആളുകൾ സ്നേഹിക്കുന്നത്. മമ്മൂട്ടി ഒരു നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിത്വമാണ്, ഒരു മഹാനടനാണ്, മെഗാതാരമാണ്. ഒരുപാട് പേർക്ക് ചാരിറ്റിയും സഹായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ നാടിനടുത്തുള്ള കുറ്റിപ്പുറത്ത് മമ്മൂട്ടിക്ക് ഒരു കേന്ദ്രമുണ്ട്. പൊള്ളലേൽക്കുന്നവർക്ക് വളരെ പണച്ചെലവുള്ള ചികിത്സകളൊക്കെ വളരെ സൗജന്യമായിട്ട് തന്നെ കൊടുക്കുന്ന ഒരു കേന്ദ്രം. ഇങ്ങനെ ഒരുപാട് പേർക്ക് നാട്ടുകാരോട് പറയാതെ തന്നെ
ചികിത്സാ സഹായങ്ങളും മറ്റു സഹായങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിലിട്ടിട്ട് അതിനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതി, അബ്ദുള്ള എന്ന് പറയുന്ന ആളൊരു മുതിർന്നൊരു മാധ്യമ പ്രവർത്തകനാണ്. ഞാൻ തേജസ്സിൽ ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ക്ലാസ്സുകൾ മാധ്യമ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സ്റ്റഡി ക്ലാസ്സുകളൊക്കെ പങ്കെടുത്ത ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ നല്ല ശൈലിയും ക്ലാസ്സൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം വളരെ മോശമാണ്. ഇതൊരിക്കലും ഒരു കേരളത്തിൽ നിന്നൊരു മലയാളിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉഹദ് യുദ്ധം എന്നുള്ളതാണ്. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, റമദാനിൻ്റെ അവസാനത്തെ 10 നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന സവിശേഷമായ ഒരു ദിനമാണ് ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദറിന് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ടെങ്കിൽ ഒരു പ്രത്യേകത മാത്രം, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നത് കമൻറ്റ് വായിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടും. അതൊരു വലിയ ഹൈറായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രത്യേകത, ഒരു ഗുണം ഒരു സെൻറ്റൻസിലായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഉത്തരമായിട്ട് നിങ്ങൾ എഴുതണം. അതാണ് ഇന്നത്തെ ചോദ്യം. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.